റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കൊല്ലം കടക്കൽ പോലീസ് സ്റ്റേഷനിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചതിൽ ഗുരുതര വീഴ്ച എന്ന് പ്രാഥമിക വിലയിരുത്തൽ. സംഭവത്തിൽ കടക്കൽ പോലീസ് സ്വമേധയാ കേസെടുത്തു. 2016 പോലീസ് പിടിച്ചെടുത്ത പടക്കങ്ങളാണ് പൊട്ടിത്തെറിച്ചതെന്നാണ് നിഗമനം. കൊട്ടാരക്കര ഡിവൈഎസ്പിയുടെ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷമാകും നടപടിയെടുക്കുക. AV ജയശങ്കർ നൽകും വിശദാംശങ്ങൾ. ജയശങ്കർ, 2016 സൂക്ഷിച്ചിരുന്ന 2016 പോലീസ് പിടിച്ചെടുത്ത പടക്കങ്ങൾ എന്ന് പറയുമ്പോൾ ഈ നടപടിയിലേക്ക് കടക്കുമ്പോൾ അന്നത്തെ ഉദ്യോഗസ്ഥരടക്കം നേരിടേണ്ടി വരില്ലേ നടപടി? അതായത് 2016 പിടിച്ചെടുത്ത പടക്കങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പൊട്ടിത്തെറിച്ചതെന്നാണ് പ്രാഥമികമായി പോലീസിന്റെ ഒരു നിഗമനം. സംഭവവുമായി ബന്ധപ്പെട്ട് എന്തായാലും കടക്കൽ പോലീസ് സ്വമേധയാ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റേഷന്റെ IP തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ സ്ഫോടനം മൂലം ഈ സ്റ്റേഷൻ പരിസരത്തെ ജനൽ ചില്ലുകൾ തകരുകയും ഒപ്പം തന്നെ സ്റ്റേഷൻ കോമ്പൗണ്ടിന് പുറത്തുള്ള 2 വീടുകൾക്കും ഒപ്പം തന്നെ ഇതിലൂടെ വഴിയിലൂടെ പോയ 2 കാറുകളുടെ ചില്ലുകളും തകർന്നുവെന്ന് ഈ FIR-ൽ പറയുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിലൊരു സ്ഫോടനം, അത് അതീവ ഗുരുതര വീഴ്ച എന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമികമായുള്ള വിലയിരുത്തൽ. എന്തായാലും കൊട്ടാരക്കര ഡിവൈഎസ്പിയുടെ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഇക്കാര്യത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകും. കാരണം 2016 പിടിച്ചെടുത്ത പടക്കം അത് അതിന്റെ നിയമം അനുസരിക്കുന്ന രീതിയിൽ ഡിസ്പോസ് ചെയ്തിട്ടില്ല എന്നത് തന്നെയാണ് ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ റിപ്പോർട്ട് ലഭിച്ച ശേഷം 2016 സ്റ്റേഷന്റെ ചുമതലയുണ്ടായിരുന്ന SHOക്ക് ഉൾപ്പെടെ ഉള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ട്. പിന്നെ ഈ പഴയ പോലീസ് ക്വാർട്ടേഴ്സിലായിരുന്നു ഈ പടക്കം ആദ്യം സൂക്ഷിച്ചിരുന്നത്. പിന്നീട് ഈ ക്വാർട്ടേഴ്സ് പൊളിച്ച് പണിത ഘട്ടത്തിൽ ഇവ മണ്ണിനടിയിൽ കുഴിച്ചിടുകയായിരുന്നു. അപ്പോൾ ആരുടെ കാലത്താണ് ഈ പടക്കങ്ങൾ പിടിച്ചെടുത്തത്, ആരുടെ കാലത്താണ് ഇവ ഇത്തരത്തിൽ സുരക്ഷിതമല്ലാത്ത രീതിയിൽ മണ്ണിനുള്ളിൽ കുഴിച്ചിട്ടത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നിലവിൽ കൊട്ടാരക്കര ഡിവൈഎസ്പി അന്വേഷിക്കുന്നുണ്ട്. ഈ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും വകുപ്പ് തലത്തിൽ നടപടിയോ. എന്തായാലും നിലവിൽ പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി കേസ് തന്നെയാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. 2016 പിടിച്ചെടുത്ത പടക്കങ്ങളാണ് പൊട്ടിത്തെറിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഇനിയുള്ള നടപടി അതനുസരിച്ച് കൃത്യമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഉണ്ടാവുക. AV ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്.